हेलो बच्चों, हाय नमस्ते, कैसे हैं आप सब। वेलकम बैक टू एजुपोर्ट हिंदी विद एजुपोर्ट के एक नए सेशन पे आप सबको स्वागत है। എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു പോർഷനാണ് ഈ ഗ്രാമർ പോർഷനിൽ ഈ സർവനാം വിഭക്തി വരുന്ന സമയത്ത് വഹ് പ്ലസ് കാ ഉസ്കാ, യഹ് പ്ലസ് കാ ഇസ്കാ, മേ പ്ലസ് കാ മേരാ, തും പ്ലസ് കാ തുമാരാ, ഇത് എങ്ങനെയാണ് വരുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗ്രാമർ പാർട്ടിൽ ആ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈ ലാംഗ്വേജിലുള്ള പല ഡൗട്ടും ഹിന്ദി അറിയാതിരിക്കുന്നതിന്റെ പല ഡൗട്ട് നിങ്ങൾക്ക് ഇതിലൂടെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന ഇങ്ങനത്തെ ഒരു കാര്യമാണ് അല്ലേ, എന്താണ് ഈ ഉസ്ക എന്ന് പറയുമ്പോൾ എന്തിന്റെ യൂസേജ് ആണ്, അതിന്റെ കൂടി ഒരു വഹ് ഉണ്ട്, അതിനോട് ഈ കാ ചേരുമ്പോൾ എങ്ങനെയാണ് ഈ ഉസ്ക വരുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു വളരെ ബേസിക് സ്ട്രക്ചർ സെന്റൻസ് ഉണ്ട് അല്ലേ, ഒരു സ്ട്രക്ചർ സെന്റൻസ് നമുക്ക് എടുക്കാം. എങ്ങനെ എടുക്കാം? ഇപ്പം ഞാൻ പറയാണ്, വളരെ ബേസിക് ആയിട്ട് ഞാൻ ഇംഗ്ലീഷിൽ പറയാണ്. എന്താണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് പറയുന്നത്, ഐ ആം ധീരജ്. ഓക്കെ, ഐ ആം ധീരജ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ഐ ആം ധീരജ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇതിനെ മലയാളത്തിൽ പറയുന്നത്? മലയാളത്തിൽ നമ്മൾ എന്താണ് പറയാ, ഞാനല്ലേ, ഞാൻ ധീരജ് ആകുന്നു, അല്ലെങ്കിൽ എന്താണ്, ഞാൻ ധീരജ് ആണ്, ഞാൻ ധീരജ് ആണ് അല്ലെ, ഞാൻ ധീരജ് ആണ് എന്നാണ് പറയാ അല്ലെ, ഞാൻ ധീരജ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ധീരജ് ആകുന്നു, ഐ ആം ധീരജ്. അപ്പൊ അടുത്ത ഇതിന് എന്താണ് ഹിന്ദിയിൽ നമ്മൾ പറയാ, മേ അല്ലെ. ഐ ആമിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഞാൻ എന്താണ് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്, മേ ആണ് അല്ലെ, മേം. എന്നിട്ട് എന്താണ് ധീരജിന് നമ്മൾ എഴുതുന്നു ധീരജ്, മേ ധീരജ് ഹൂം അല്ലെ, മേ ധീരജ് ഹൂം എന്നാണ് പറയാം. ഓക്കെ, മേ ധീരജ് ഹൂമിൽ അവസാനിച്ചു, മേ ആയതുകൊണ്ട് ഹൂമിൽ അവസാനിച്ചു അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ ഹിന്ദിയിൽ പറയാം അല്ലെ. മറിച്ച് ഇതേ കണ്ടസ്റ്റിന് ഞാൻ വേറെ രീതിയിൽ നമ്മൾ എങ്ങനെ പറയും, മൈ നെയിം ഇസ് ധീരജ് എന്ന് പറയാറുണ്ട് അല്ലെ, എൻ്റെ പേര് എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഞാൻ എന്നതിന് നമ്മൾ എന്താക്കി പറയും, മൈ നെയിം ഇസ് ധീരജ്, എൻ്റെ പേര് എന്ന രീതിയിൽ പറയും അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ എഴുതുക, മൈ അല്ലെ, മൈ നെയിം ഈസ്, ഓക്കെ, ധീരജിനെ ഷോർട്ടാക്കി ഡി ജെ എന്നിട്ട്. ഓക്കെ, അപ്പം എന്താ നമ്മൾ പറയും, ഓക്കെ എൻ്റെ പേര്, ഓക്കെ എൻ്റെ പേര് ധീരജാണ്, എൻ്റെ പേര് ധീരജാണ്, അല്ലെങ്കിൽ എൻ്റെ പേര് ഡി ജെ ആണ്. ഓക്കെ, ഡി ജെ ആണ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാ, എങ്ങനെയാണ് ഇതിൽ ഹിന്ദിയിൽ പറയാ, മേരാ നാം. ഓക്കെ, മേരാ നാം ധീരജ് ഹേ, നാം ധീരജ് ഹേ. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അപ്പൊ എന്തായി മാറി, ഈ ഒരു മേര എന്നായി മാറി അല്ലെ. ഈ മേ ഉള്ള ആളെ എന്തായി മാറിയിട്ടുണ്ട്, മേര എന്നായി മാറിയിട്ടുണ്ട്. ഞാൻ എന്നത് എൻ്റെ എന്നാവുന്ന സമയത്ത് മേര എന്നായിട്ടുണ്ട്. ഇതുപോലെ പല കാര്യങ്ങളിലും ഇതുപോലെ പല സർവനാമം നമ്മൾ യൂസ് ചെയ്യുന്നിടത്തും സർവനാമ വിഭക്തി യൂസ് ചെയ്തിട്ടാണ് പറയേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂസേജിനനുസരിച്ചിട്ടാണ് നമ്മളിത് മാറ്റുന്നത് അല്ലെ. ഇനി അവന്റെ പേര് എന്ന് പറയുമ്പോൾ മാറിയില്ലേ, അപ്പൊ അവിടെ ഉസ്ക എന്നായി. അപ്പൊ ഇതിലെന്താണ്, ഈ മേയുടെ കൂടെ ആരോ ഒരാൾ ചേരുമ്പോഴാണ് എന്തായി മാറിയത്, ഈ മേര എന്ന ഫോമിലേക്ക് മാറിയിട്ടുള്ളത്. അതെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ, അതെങ്ങനെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ മേനെ മാത്രം നമ്മൾ എടുത്തു അല്ലെ, മേനെ മാത്രം നമ്മൾ എടുത്തു. മേന്റെ കൂടെ ഏതോ ഒരു സാധനം ചേർത്തിട്ട് അല്ലെ, ഏതൊക്കെയാണ്, കാ ഉണ്ട്, കേ, കി, നേ, കോ, സേ, മേ, പർ, കേ ലിയെ. ഓക്കെ, ഇത്രയും ആൾക്കാർ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ റിസൾട്ടിന്റെ ഫലമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. മേയുടെ കൂടി ഇത്രയും ആൾക്കാർ ചേരുമ്പോഴാണ് എന്തൊക്കെയാണ് കിട്ടുന്നത്, മേ പ്ലസ് കാ എന്ത് കിട്ടി, മേ പ്ലസ് കെ, മേ പ്ലസ് കി, മേ പ്ലസ് നേ, മേ പ്ലസ് കോ, മേ പ്ലസ് സേ, മേ പ്ലസ് മേ, മേ പ്ലസ് പർ, മേ പ്ലസ് കേലിയെ. ഇതാണ് നമുക്ക് മാക്സിമം നമുക്ക് മേയുടെ കൂടെ ചേർക്കാൻ കഴിയുന്ന ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ മേയുടെ കൂടെ ചേർക്കാൻ സാധിക്കുന്നത്. ഇത്രയും വിഭക്തിയാണ് നമ്മൾ ചേർത്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്, മേയുടെ കൂടെ കാ ചേരുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, മേര എന്നാണ് കിട്ടും അല്ലെ, മേര എന്ന് പറയാനാണ്, എൻ്റെ എന്ന് പറയുന്നതാണ് അല്ലെ, എൻ്റെ എന്ന് പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് എന്ത്, മേരെ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആയിട്ട് നമ്മൾ എന്താണ്, എൻ്റെ എന്ന് റെസ്പെക്ടബിളിൽ വരുന്നതാണ്, അതും എൻ്റെ തന്നെയാണ്. അടുത്ത മേരി ഫീമെയിൽ ആണ് അല്ലെ, അതും എൻ്റെ എന്ന് പറയാൻ തന്നെയാണ്, മേരിയും ഫീമെയിൽ എൻ്റെ എന്ന് പറയാനാണ്. അടുത്താണ് മേനെ എന്ന് പറയാനാണ്, അത് സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കാനാണ്. ഈ മൈനെ എന്ന് പറയുന്നത് എന്തിനാണ്, സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കാനാണ്, പാസ്റ്റിലാണ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റിൽ അല്ലെങ്കിൽ ഭൂതകാലിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ മേനെ ചേർത്ത് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ഞാൻ ചെയ്തു, ഓക്കെ, മെനെ കിയ ഞാൻ ചെയ്തു, മെനെ കിയ. ഓക്കെ, അത് ഭൂതകാലിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, പാസ്റ്റിൽ ഉപയോഗിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുക. ക്ലിയർ ആണോ? അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ഏതാണ്, മേ പ്ലസ് കോ എന്ന് നമുക്ക് കിട്ടും, മുജുക്കോ അല്ലെങ്കിൽ എന്ത് കിട്ടും, മുജേ എന്ന് കിട്ടും. ഒന്നുകിൽ മുജുക്കോ അല്ലെങ്കിൽ എന്ത് കിട്ടും, മുജേ കിട്ടും, രണ്ടെണ്ണം കിട്ടും. ഓക്കെ, അതെന്താണ് പറയാ, എനിക്ക് അല്ലെങ്കിൽ എന്നെ എന്നാണ് പറയാ, എനിക്ക് അല്ലെങ്കിൽ എന്നെ. മുജെ ചോടോ, എന്നെ വിടൂ അല്ലെ, മുജെ ചോടോ, മുജെ മേരാ പീച്ച മത് കറോ, അതെന്താണ് എൻ്റെ പിറകിൽ വരരുത്. അല്ലെങ്കിൽ മുജെ എന്താണ്, മുജെ എക് ഗ്ലാസ് പാനി ചെയ്യേ, മുജെ എക് ഗ്ലാസ് പാനി ചെയ്യേ, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറയാനാണ്. അടുത്ത എന്നോട് എന്ന് പറയാനാണ് എന്താണ്, മുജ്സേ എന്നാണ് വരിക. സേ ചേരുമ്പോൾ എന്തായി, മുജ്സേ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നോട്. ഓക്കെ,
ഓക്കെ, മുച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നോട്. മുച്ചേ ബോലോ. ഓക്കെ, അടുത്ത എന്താണ്? മുജുമേ. മുജുമേ നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? മുജുമേ ഹെ നാ തുജുമേ റബ് ദിഖ്താ ഹെ. എക് സോങ് സുനാ ഹെ നാ. എന്നിൽ എന്ന് പറയാണ്. മുജുമേം എന്ന് പറയുമ്പോൾ എന്നിലാണ്. എന്നിൽ മുജുമേ. മുജുമേ തോടാ പോസിറ്റീവ്സ് ഹെ അല്ലേ. അതുപോലെ തന്നെയാണ് മുജുപ്പർ പറയുമ്പോഴും അത് തന്നെയാണ്. എന്നിൽ എന്ന് ഉപയോഗിക്കാനാണ് നമ്മൾ മുജുപ്പർ എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, പലവരും ഡൗട്ട് വരും, സാർ ഈ മേയും പറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നോട്ട് ചെയ്തോ, മേ എന്ന് സിംഗിൾ സ്ട്രോക്ക് ഇട്ട് വരുന്ന സാധനം മേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ എന്നതിന് പകരം ഉപയോഗിക്കുന്നതാണ്. ഇന്നിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മേ ആണെങ്കിൽ പറിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓൺ. ഓക്കെ, പറിനാണ് ഓണിന് പകരമായിട്ട് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലടാ? ഈസി അല്ലേ? അടുത്താണ് മുജുപ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? മുജുപ്പർ എന്ന് പറയുമ്പോൾ അത് എന്നിൽ എന്ന രീതി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. അടുത്ത ഉള്ളവരാണ് അടുത്ത കേലിയെ വരുമ്പോഴാണ് മേരേലിയെ എന്ന് വരുന്നത്. മേരേലിയെ. മേരേലിയെ എന്ന് വെച്ചാൽ എന്താടാ? മേരേലിയെ എന്ന് വെച്ചാൽ മേ പ്ലസ് കേലിയെ മേരേലിയെ ആവും. അത് എനിക്ക് വേണ്ടി എന്ന് പറയാനാണ്. എനിക്ക് വേണ്ടി അല്ലെ, എനിക്ക് വേണ്ടി. മേരേലിയെ ഗ്ലാസ് ചായയിലേക്ക് ആവോ, എനിക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം, ഒരു ചായ കൊണ്ടുപോവാ. मेरे लिए एक ഗ്ലാസ് പാനി ലേക്ക് ആവോ, എനിക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ എന്ന് പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്ഥാനം ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ സർവനാമിന്റെ കൂടെ ഇത്രയും ആൾക്കാർ ചേർന്നില്ലേ? നമ്മൾ കാണുന്ന ഇത്രയും ആൾക്കാർ ചേർന്ന് ഈ കാക്കേക്ക് നേക്കോസെ മേപ്പർ കേലിയെ എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇതിനെയാണ് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് വിഭക്തി എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ വിഭക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാരക എന്ന് പറയും. ഓക്കെ, കാരക എന്നാണ് ഇവരെ പറയുന്നത്. കാക്കേക്ക് നേക്കോസെ മേപ്പർ കേലിയെ. ഇംഗ്ലീഷിൽ നമ്മൾ പ്രിപ്പോഷൻ എന്ന് പറയുന്ന പോലെ ഹിന്ദിയിൽ ഇതിനെ പോസ്റ്റ് പൊസിഷൻ ആയിട്ടാണ് ഉപയോഗിക്കുക. ഇംഗ്ലീഷിൽ പ്രിപ്പോഷൻ ആണെങ്കിൽ ഇത് ഹിന്ദിയിൽ പോസ്റ്റ് പൊസിഷൻ ആണ് ഈ കാരക എന്ന് പറയുന്നത്. സോ നോട്ട് ചെയ്തോളാം, ഇതാണ് ഇവിടെ പറയാനുള്ളത്. അടുത്ത സർവനാമം ആരൊക്കെയാണ്? ഈ സർവനാമിനെ ഹിന്ദിയിൽ പറയുന്നതാണ്, സർവനാമിനെ നമ്മൾ പറയുന്ന ആളെയാണ് പ്രൊനൗൺ എന്നാണ് പറയാ. ഓക്കെ, പ്രൊനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർവനാമാണ്. ഓക്കെ, ഇതിന് നമ്മൾ പറയുന്നതാണ് സർവനാം. ഇംഗ്ലീഷിൽ പ്രൊനൗൺ എന്നാണ് പറയാ. അപ്പൊ നമുക്കറിയാടാ, പ്രൊനൗൺ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചതാണ്. കാരണം നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. ഇൻസ്റ്റെഡ് ഓഫ് നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് റെഡി അല്ലേ? ഓക്കെ, നൗണ് നമുക്കൊരു സെന്റൻസിൽ നൗൺ ഉണ്ട്, അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ഈ പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ. ഫോർ എൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, നൗൺ ആയിട്ട് നമുക്ക് ഒരാളെ എടുക്കാം. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദിയിൽ സജ്ഞേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സജ്ഞയാണ്. നൗൺ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ നൗണ്, ഇംഗ്ലീഷിലെ നൗൺ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ സജ്ഞ എന്നാണ് പറയാ. ഏതെങ്കിലും വസ്തുവിന്റെ പേരാടാ, ഇത്ര മാത്രമേ ഉള്ളൂ. പേരിനെയാണ്, എല്ലാത്തിനും പേരിനെയാണ്. നാം കാ മത്ലബ്, ഹിന്ദിയിൽ ഇത്രയേ ഉള്ളൂ. നാം കാ മത്ലബ് ഹേ സജ്ഞ. നാം എന്നാണ്, പേരാണ് സജ്ഞ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പേരെന്തോ ആയിക്കോട്ടെ, എന്ത് പേരിനെയും നമുക്ക് സജ്ഞ എന്ന് വിളിക്കാൻ സാധിക്കുന്നതാണ്. സോ പേരാണ് സജ്ഞ, അതായത് നൗൺ എന്ന് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ പറയാണ് ധീരജ്, ഇപ്പൊ എന്റെ പേര് തന്നെ ഞാൻ പറയാണ്. എന്താണ്? ധീരജ് ഈസ് എ ഗുഡ് ഗായ്. ഓക്കെ, ധീരജ് ഈസ് എ ഗുഡ് ഗായ്. എന്താ നമ്മൾ ഹിന്ദി പറയാ? ധീരജ് ഈസ് എ ഗുഡ് പേഴ്സൺ. ധീരജ് ഏക് അച്ഛാ ആദ്മി ഹെ അല്ലെ. ധീരജ് ഏക് അച്ഛാ ആദ്മി ഹെ. ധീരജ് ഏക് അച്ഛാ ആദ്മി ഹെ. ഓക്കെ, അങ്ങനെയാ പറയാം നമ്മൾ. അച്ഛാ ആദ്മി ഹെ എന്നാണ് പറയാ. അച്ഛാ ആദ്മി. ഓക്കെ, അടുത്ത് നമ്മൾ എന്ത് പറയുന്നു? അപ്പൊ അതേപോലെ വീണ്ടും പറയാണ്. അതേപോലെ ധീരജ് ഒരു നിൽക്കുക. ധീരജ് ഈസ് എ ഗുഡ് ഗായ്. ധീരജ് അച്ഛാ ആത്മീയ. ധീരജ് നല്ലോണം പാട്ട് പാടും. ധീരജ് അച്ഛേ സെ ഗായിക. ധീരജ് എപ്പോഴും നടന്നിട്ടാണ് സ്കൂളിൽ പോകാറ്. ധീരജ് ഹർ ദിൻ पैदल चल के स्कूल जाता है. ഇതുപോലെ എപ്പോഴും ധീരജ് 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 എന്ന് പറയാൻ കഴിയുക. നൗൺ തന്നെ ഉപയോഗിച്ച് വീണ്ടും എപ്പോഴും ധീരജ് 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 പറയുന്നതിനും കാട്ടി ഒരു തവണ ധീരജ് എന്ന് പറയാം അല്ലെ. ധീരജ് നല്ല ആളാണ്, അവൻ ഡെയിലി നടന്നിട്ടാണ് സ്കൂളിൽ പോവാറ് അല്ലെ, അവൻ എപ്പോഴും ഒരു ബാഗ് കയ്യിൽ വെക്കാറുണ്ട്. ഇങ്ങനെ പറയുന്നതാണ് ഈ സർവനാം. സജ്ഞക്ക് പകരമായിട്ട് എപ്പോൾ ഉപയോഗിക്കാൻ കഴിയില്ല അല്ലെ, സജ്ഞ കേട്ടിട്ട് മടുക്കും. അപ്പൊ നമ്മൾ സർവനാം അവൻ അല്ലെ, അവൻ അവൻ്റേത് ഇത് അങ്ങനെ പറയുന്ന ആ ഒരു രീതിയിലേക്ക് മാറുന്നതാണ് നമ്മൾ ഈ സർവനാം എന്ന് പറയുന്നത്. സജ്ഞക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സർവനാം എന്ന് പറയുന്നത്. നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രൊനൗൺ. ഇൻസ്റ്റെഡ് ഓഫ് നൗൺ ആണ് നമ്മൾ പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. അത്ര മാത്രമേ ഉള്ളൂ, അത്രയേ നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടു. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്, ഹിന്ദിയിൽ എത്രമാത്രം പ്രൊനൗൺസ് ഉണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കാണുന്നതാണ്. ഒന്നാമത്തെ ആളാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഞാൻ എന്ന് പറയാൻ മേ ഉപയോഗിക്കും. ഓക്കെ, ഞാൻ ഉപയോഗിച്ചു. സർവനാമാണ് ഞാൻ പറയുന്നത്, സർവനാമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നത്. ഞാൻ എന്നതിന് എന്ത് പറയും, മേ എന്ന് പറയും. അടുത്ത തൂ എന്ന് പറഞ്ഞാൽ എന്താടാ, വെറും നീ എന്ന് വിളിക്കാൻ, ഒരാളെ നീ എന്ന് വിളിക്കാനാണ് നമ്മൾ തൂ ഉപയോഗിക്കുന്നത്. അടുത്ത തും എന്ന് പറഞ്ഞാൽ എന്താ, തും എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. ഓക്കെ, തും എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. അടുത്ത ആപ്പ് എന്ന് പറഞ്ഞാൽ എന്താടാ, ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കളാണ്. ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കളാണ്. ഓക്കെ, അടുത്ത വഹ് എന്ന് പറഞ്ഞാൽ എന്താ, വഹ് പറഞ്ഞാൽ അവനാകാം, അവളാകാം, അല്ലെങ്കിൽ എന്താണ്, അത് ആകാം. അവനാകാം, അവളാകാം, അത് ആകാം. അടുത്ത ഏതാണ്, യഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, യഹ് എന്ന് പറഞ്ഞാൽ ഇവനാകാം, അല്ലെങ്കിൽ ഇവളാകാം, അല്ലെങ്കിൽ
ഇത് ആകാം, ഇവനാകാം, ഇവളാകാം, ഇത് ആകാം. അതേപോലെ നമുക്ക് എന്തുണ്ട്, ഈ വഹിന്റെ പ്ലൂരലാണ്, വഹിന്റെ ബഹുവചൻ പ്ലൂരൽ ഫോമാറ്റ് ആണ് എന്ത്, വേ എന്ന് പറയുന്നത്. വേ എന്ന് പറഞ്ഞാൽ എന്താടാ, അവർ എന്ന് പറയാനാണ്, അവർ എന്ന് പറയാനാണ്. അതുപോലെ യഹിന്റെ പ്ലൂരലാണ് യേ എന്ന് പറയുന്നത്, ഇവർ എന്ന് പറയാനാണ് നമ്മൾ ഉപയോഗിക്കുക. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഹമ്മും കൂടി ഉണ്ട്. ഹം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നതിന് ഉപയോഗിക്കാനാണ്, വി എന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഞങ്ങൾ എന്നത് ഉപയോഗിക്കുന്നതാണ് ഈ ഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് റെഡി അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയാലോ. മേ എന്ന് പറഞ്ഞാൽ എന്താണ് സർവനാം, ഞാൻ എന്ന് പറയാനാണ് നമ്മൾ മേ ഉപയോഗിക്കുന്നത്. മേ ധീരജ്. തൂ, നീ, തൂ കോണേ, നീ ആരാണ്, തൂ നമ്മൾ ഉപയോഗിച്ചു നീ എന്ന് പറയാൻ. അടുത്ത തുമ്മാണെങ്കിൽ എന്താണ്, നിങ്ങൾ എന്ന് പറയാനാണ്. നിങ്ങളുടെ പേരെന്താണ്, തുമാരാ നാം. അതിലേക്ക് വരുന്നില്ല, പറഞ്ഞുതരാം. അടുത്ത ആപ്പ്, ആപ്കാ നാം ക്യാ ഹെ, താങ്കളുടെ പേരെന്താണ്. ഉസ്കാ നാം ക്യാ ഹെ, വഹ് എന്ന് പറഞ്ഞാൽ ഉസ്കി നാം എന്നാ, ഉസ്കാ നാം പോലത്തെ ഹം ഉസ്കാ എന്നാണ് പറയുക. സോ ഉസ്കാ നാം ക്യാ ഹെ. ഓക്കെ, സോ എന്താണ് ഉസ്കാ നാം എന്താണ് പറയാ, അവന്റെ പേരെന്താണെന്ന് ഉപയോഗിക്കുന്നു. അടുത്തെന്താണ് യഹ്, യഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവൻ എന്നാണ് അല്ലെ. യേ കോണെ, ഇവൻ ആരാണ് എന്ന് പറയാനാണ്. ഓക്കെ, യെസ്. സോ അടുത്ത വേ എന്നാണ് പറയാ. വേ എന്ന് പറഞ്ഞാൽ എന്താടാ, വേ എന്ന് പറഞ്ഞാൽ അവരാണ്. വേ ലോ കോൺ ഹെ, അവർ ആരാണ്. അടുത്ത യേ ആണ്, ഇവർ എന്ന് പറയാനാണ്. യേ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ആരാണ്, യേ ലോ കോൺ ഹെ. എന്തുകൊണ്ടാണ് സാർ ഈ വഹും യഹും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാ വെച്ച് അവൻ ഇവൻ എന്ന് പറയുന്നതിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടി ദൂരെയുള്ള ആൾക്കാരെ നമ്മൾ പറയില്ല അവൻ ആരാ, മറിച്ച് ഇവൻ ആരാ, അവനാരാ, ഇവനാരാ. ആ ഡിസ്റ്റൻസിനനുസരിച്ച് നമ്മൾ അവനും ഇവൻ എന്ന് വിളിക്കുന്നത്. അവർ ഇവർ, കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാർ നമ്മൾ അവൻ അവൾ അതെന്ന് വിളിക്കും. ഡിസ്റ്റൻസ് ഇല്ലാത്ത അടുത്തുള്ള ആൾക്കാർ ഇവൻ ഇവൾ ഇത് ഇവർ ആരൊക്കെ എന്ന് പറയുന്നതാണ് ആ ഒരു വ്യത്യാസം. ക്ലിയർ അല്ലടാ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇതിന്റെ കൂടെ നമ്മൾ വിഭക്തി ചേർക്കുന്നതാണ്. ഈ വിഭക്തി കാക്കേക്ക് നെക്കോസെ കയറുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും സർവനാം നിങ്ങൾ പഠിച്ചില്ലേ? ഈ സർവനാമിന്റെ കൂടെ ഈ വിഭക്തി ചേരുമ്പോഴാണ് നമുക്ക് വേണ്ട റിസൾട്ടിലേക്ക് എത്തുന്നത്. സർവനാമിന്റെ കൂടെ വിഭക്തി വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു ആൻസറിലേക്ക് എത്തുന്നത്. വെരി സിമ്പിൾ. നമ്മൾ പറയില്ലേ A+B=C എന്ന് പറയുന്ന പോലെ തന്നെയാണ്. എയുടെയും ബിയുടെയും കൂടെ ചേരുമ്പോൾ നമുക്ക് സി എന്ന ഔട്ട് കിട്ടുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എ സർവനാമാണ് അല്ലെ, അതിന്റെ കൂടെ വിഭക്തി ബി ചേരുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ആയിട്ടുള്ള സി കിട്ടി. അത് നമ്മുടെ ആവശ്യത്തിന് എപ്പോഴും എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഉപയോഗത്തിനനുസരിച്ചിട്ട് നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് യൂസേജിനനുസരിച്ച് നമുക്ക് എന്തിനാണ് ഈ സിയിലേക്ക് വേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിലേക്ക് മാറ്റുന്ന ഒരു പരിപാടിയാണ്. ക്ലിയർ അല്ലടാ? അപ്പൊ നമുക്ക് ഇനി സോൾവ് ചെയ്താലോ. എങ്ങനെയാണ് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ മേയുടെയും കായുടെയും ഒക്കെ ചേരുന്നതിനെ ഇതിനെ വളരെ സിമ്പിൾ ആക്കി പഠിച്ചാലോ. ഈ ഒരു മേ മാത്രമാണ് നമ്മൾ ഒറ്റ പേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഒരൊറ്റ പേജിൽ എല്ലാം പഠിക്കാം. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതുപോലത്തെ ടേബിൾ എന്ത് ചെയ്യണം, എല്ലാവരും ഒന്ന് വരച്ചു വെച്ചേ. ഇതുപോലത്തെ ടേബിൾ എല്ലാവരും നിങ്ങളുടെ കയ്യിൽ വരച്ചു വെച്ചോ. ഒരുപാട് കള്ളികൾ വരച്ചോ, ഇഷ്ടം പോലെ കള്ളികൾ വരച്ചോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ഫസ്റ്റത്തെ ഈ ബ്ലാങ്ക് എന്ത് ചെയ്യണം, ബ്ലാങ്ക് ആക്കി വേണം ഇതിനങ്ങ് ഒഴിവാക്കി വെക്കുക. ഓക്കെ, ഇതിനങ്ങ് നമ്മൾ ഒഴിവാക്കി വെച്ചു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയുന്ന എല്ലാ സർവനാമും ഇതുപോലെ അങ്ങ് എക്സ് ആക്സിസിൽ അങ്ങ് എഴുതി വെച്ചേ അല്ലെ. അറിയുന്ന എല്ലാ സർവനാമും നമ്മൾ എവിടെ എഴുതുന്ന വെച്ചാൽ എക്സിൽ എഴുതണ്ട, മറിച്ച് വൈയിൽ എഴുതി വെക്കുക. ഓക്കെ, താഴോട്ടേക്ക് വൈയിലേക്ക് അങ്ങ് എഴുതി വെച്ചു. ഏതൊക്കെയാണ് നമുക്ക് അറിയുന്ന സർവനാമുണ്ട്? മേ ഉണ്ട്. മേ എന്ന് വെച്ചാൽ എന്താടാ, ഞാനാണ്. അടുത്ത തൂ വേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് അടുത്ത് എന്താണ്, ആപ്പ് ഉപയോഗിക്കാം അല്ലെ. ആപ്പ് ഉപയോഗിച്ചു. വേണമെങ്കിൽ തുമ്മ ഉപയോഗിച്ചോ, തുമ്മ ഉപയോഗിച്ചു. പിന്നെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നത് വഹ് ആണ്. അടുത്ത ഏതാടാ, യഹ് ആണ്. അതിന്റെ പ്ലൂരലാണ് വേ. വഹിന്റെ പ്ലൂരലാണ് വേ, യേ, ഇവർ എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ ഇതിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വിഭക്തി ഏതൊക്കെയുള്ള സാറേ നോക്കുവാണെങ്കിൽ കാ, കേ, കി, നേ, കോ, സേ, മേ, पर के लिए. क्लियर लड़ा? ഈസി അല്ലേ? ഇത്രയും ആൾക്കാരെ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ സിമ്പിൾ ആയിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെയാണ്, മേ പ്ലസ് കാ, നമുക്ക് എന്ത് കിട്ടണം, ഉത്തരം കിട്ടിയല്ലേ, മേര കിട്ടി. അടുത്ത ഏതാണ്, ഇതുപോലെ ടേബിൾ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ കുറച്ച് സയൻസ് ഒക്കെ നമ്മുടെ ലിറ്ററേച്ചറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി വളരെ എളുപ്പത്തിലാവും. മേ പ്ലസ് കി കെ എന്താടാ, മേരെ ആയി കിട്ടും. മേ പ്ലസ് കെ മേരെ നമുക്ക് കിട്ടും. അടുത്തതാണ് മേ പ്ലസ് കി എന്താടാ, മേരി എന്ന് കിട്ടും. അടുത്ത മേ പ്ലസ് നെ മൈനെ എന്നാണ് കിട്ടുക, എന്നെ എന്ന് പാസ്റ്റിലേക്ക് പറയാൻ വേണ്ടിയിട്ട്. മേ പ്ലസ് കോ മുജ്കോ അല്ലെങ്കിൽ മുജേ കിട്ടും. മുജ്കോ അല്ലെങ്കിൽ മുജെ എന്നാണ് കിട്ടും, എനിക്ക് അല്ലെങ്കിൽ എന്നെ. ഇതിലെല്ലാത്തിലും ഈ കോ കാറ്റഗറി മാത്രം നമുക്ക് എന്ത് കിട്ടും, രണ്ടെണ്ണം വെച്ചിട്ട് എല്ലാത്തിലും കാണാം. പക്ഷേ ആപ്പിൽ ഒഴികെ, ആപ്പിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒന്ന് മാത്രമേ കാണാൻ സാധിക്കൂ. ആപ്പിൽ മാത്രം നമുക്ക് എന്താണ്, ഒന്ന് മാത്രമേ കാണാൻ സാധിക്കൂ എന്ന് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ക്ലിയർ അടാ? ഈസി അല്ലേ? ഈസി ഈസി ഈസി. യെസ്. സോ ക്യാ ഹൈ इसके अंदर ऐसा क्या आ गया? ओके या ठीक है बच्चों, रेडी या ओके. सो देख लो, रेडी. सो इसके अंदर आता है आप प्लस का എന്താടാ, आप प्लस का आप, आपका, आपके, आपकी, आपने, आपको. ഓക്കെ, കോയിൽ മാത്രമേ നമ്മൾ ഒന്ന് മാത്രമേ ഉള്ളൂ, കോക്ക് മാത്രമേ ഇത് ആപ്കോ ഉള്ളൂ. ഓക്കെ, ആപ്കോ. അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഈസി അല്ലേ, ആപ്കെ ലിയെ, താങ്കൾക്ക് വേണ്ടി, ആപ്പർ, താങ്കളിൽ. അടുത്തെന്താണ്, വഹ് പ്ലസ് കാ. വഹ് പ്ലസ് കാ എന്താടാ, തും പ്ലസ് കാ. തും പ്ലസ് കാ നമ്മൾ തുമാര, തുമാര നാം ക്യാ ആണ്, തുമാര, തുമാര എന്നാണ് പറയാ, തുമാര. ഓക്കെ,
തുമാര എന്നാണ് നമ്മൾ എന്ത് വരുന്നത്, തും പ്ലസ് കാ പറയുന്നത് തുമാര എന്നാണ് പറയാ. തുമാർ. അടുത്ത ഓക്കെ, അടുത്തെന്താ തുമാരെ, തുമാരി, തുമ്നെ, തുംകോ, തുംസെ, തുംപർ. ഓക്കെ, തുംപർ, തുമാരേലിയെ, തുമാരേലിയെ. ഓക്കെ, അതാണ് അവിടെ വരും. അടുത്താണ് വഹ് പ്ലസ് ക. വഹിന്റെ കൂടെ എന്താ വരുവാടാ, വഹ് പ്ലസ് ക ഉസ്ക, ഉസ്കെ, ഉസ്കി, ഉസ്നെ. ഇതെന്താണ് ഉസ്കോ അല്ലെങ്കിൽ ഉസ്കോ, ഉസെ. ഉസെ, അവന്, അവന്, അവനെ എന്ന് പറയാൻ വേണ്ടി, അവനക്ക്, അവനെ. സോ എന്താണ് ഇവിടെ എന്താണ് തും പ്ലസ് ക എന്ന്, തും പ്ലസ് കോ എന്താണ് തുംകോ അല്ലെങ്കിൽ തുംകോ തുംഹേ, തുംകോ തുംഹേ എന്നാണ് പറയാം. തുംകോ നിനക്ക് അല്ലെങ്കിൽ നിന്നെ എന്ന് പറയാനാണ് നമ്മൾ എന്ത് തുംകോ തുംഹേ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് യഹ് പ്ലസ് ക ഇസ്ക. ഞാൻ പറഞ്ഞു ഇസ്ക, ഇസ്കെ, ഇസ്കി. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി അല്ലേ, എനിക്ക് കിട്ടൂലേ, അതുപോലെ അങ്ങ് ആഡ് ചെയ്ത് മതി. അടുത്ത വേ പ്ലസ് ക, വേ പ്ലസ് ക ഉസ്ക, വേ പ്ലസ് ക ഉസ്ക, എ പ്ലസ് ക ഇസ്ക. വേ പ്ലസ് ക നമ്മൾ പറയുമ്പോൾ ഉനുക്ക എന്നാണ് പറയാം. വേ പ്ലസ് ക എന്ന് പറഞ്ഞാൽ ഉനുക്ക എന്നാണ്. വേ പ്ലസ് ക ഉനുക്ക, എ പ്ലസ് ക ഇനുക്ക. ഇത് ഞാൻ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് തരാം. ഈ വഹിന്റെ കാറ്റഗറി വരുമ്പോഴാണ് പലർക്കും എന്ത് ചെയ്യുന്നത് ഈ ഡൗട്ട് ആവുന്നത്. അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എങ്ങനെയാണ് വഹിന്റെ കാറ്റഗറി വരുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ക്ലിയർ ആണോടാ, ഈ ഒരു കൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ സാധിക്കത്തില്ലേ, ഈസി അല്ലേ. ഈ വഹിന്റെ വരുന്ന സമയത്ത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പലർക്കും ഡൗട്ട് ആവുന്നതാണ് ഈ വഹും, വഹ്നു എന്ന് കഴിഞ്ഞാലും അതുപോലെ തന്നെ യഹ് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്താണ് വേ എ വന്നു കഴിഞ്ഞാൽ പലരും ഡൗട്ട് ആവുന്നതാണ്. ഇത് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. വഹ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഒന്നിക്കിൽ അവനാകാം, അല്ലെങ്കിൽ എന്താകാം അവളാകാം, അല്ലെങ്കിൽ എന്താകാം അത് ആകാം. ഇതാണ് വഹ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത യഹ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും, ഒന്നിക്കിൽ ഇവനാകാം, അല്ലെങ്കിൽ ഇവളാകാം, അല്ലെങ്കിൽ ഇത് ആകാം. ഓക്കെ, റെഡി അല്ലേ. അപ്പൊ വേ ആണെങ്കിൽ എന്താടാ ഞാൻ പറഞ്ഞു അവറാണ്, വേ ആണെങ്കിൽ അവറാണ്, എ ആണെങ്കിൽ ഇവറാണ്. പരിപാടി എളുപ്പല്ലേ, പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ വഹിന്റെ കാറ്റഗറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വഹ് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് അത് ഉസ്സാണ്. വഹ് ആയതുകൊണ്ട് ഉസ്സാണ്. കാരണം എന്താണ്, വഹ് ആയതുകൊണ്ടാണ് അത് ഉസ്സാവുന്നത്. മറിച്ച് ഇതെന്താ ഹായ് ഉള്ളത് കൊണ്ട് തന്നെ സായ ഉണ്ട്, ഹായ് ഉള്ളത് കൊണ്ട് തന്നെ സായ ഉണ്ട്, വാ ഉള്ളതുകൊണ്ട് ഊവായി, വാ ഉള്ളതുകൊണ്ട് ഊവായി, ആ ഇ ഊ. വാ ഉള്ളതുകൊണ്ട് ഊവായെങ്കിൽ യാ ഉള്ളതുകൊണ്ട് എന്താണ് ഈ ആവും, ഈ ആയി മാറി. പക്ഷെ ഹാ ഉള്ളത് കൊണ്ട് എന്താണ് മുകളിലും താഴെയും ഹായ് ഉണ്ട്, അതുകൊണ്ട് എന്താണ് സാ തന്നെയാണ്. ഓക്കെ, ഇസ്. ബാക്കിയൊക്കെ നമ്മളെ കാക്കയ്ക്ക് അനുസരിച്ച് മാറും, ഇസ്ക ഉസ്കായി മാറും. ഓക്കെ, വഹ് ആയതുകൊണ്ട് എന്തായി മാറി ഉസ്സാണ്. യഹ് ആണെങ്കിൽ ഇസ്സായി മാറി. കാരണം എന്താണ് ഹായ് ഉണ്ട്, സാ എന്തായാലും വേണം. ക്ലിയർ അല്ലടാ. അടുത്ത വേ ആയ സമയത്ത് എന്തായി, വായുടെ പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ, വായുടെ പ്രോപ്പർട്ടി എന്തായി മാറി ഊ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വായ ഉള്ളതുകൊണ്ട് എന്താണ് ഊ അവിടെ എന്തായാലും വേണം. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. അടുത്ത യഹിന്റെ ആണ് എ, പ്ലൂറൽ ആണ് അല്ലെ. യഹിന്റെ പ്ലൂറൽ ആണ് എന്ത് പറയുന്നത് എ എന്ന് പറയുന്നത്. യഹ് എന്ന് പറഞ്ഞാൽ ഇവനാണ്, ഇവളാണ്, ഇതാണ്. എ എന്ന് പറഞ്ഞാൽ ഇവറാണ്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടി ഏതാണ് ഈ ആണ് അല്ലെ. ഈ ആ ഉള്ളിടത്ത് ഈ ഉണ്ട്. അപ്പൊ നേരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ എന്ന് അവിടെ ഇട്ട് വെക്കണം. ഓക്കെ, അപ്പൊ എന്താണ് ഇനി ഒരു പുതിയ ആൾ വരുന്നുണ്ട്, വേയും ഏട് ആ ചന്ദ്രക്കല, ഈ ഒരു സ്ട്രോക്ക് ഇല്ലേ, ആ സ്ട്രോക്കിന്റെ ആളായിട്ട് എന്ത് നമുക്ക് ആഡ് ചെയ്യാം, ന എന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ന ഉന്ന് ആയി, ഇതെന്തായി ഇന് ആയി. പ്ലൂറലാകുമ്പോൾ ഒന്ന് ഉനായി, ഇത് ഇന്നായി. ഇനി ചെയ്ത് നോക്കിയടാ എന്ത് വന്നാൽ എന്താണ് വഹ് പ്ലസ് ക ഉസ്ക, ഉസ്കെ, ഉസ്കി, ഉസ്പർ, ഉസ്കേലിയെ. അടുത്ത യഹ് ആണെങ്കിൽ എന്താണ് ഇസ്ക, ഇസ്കെ, ഇസ്പർ, ഇസ്മെ, ഇസ്കേലിയെ, ഇസ്നെ അല്ലെ. വേ ആണെങ്കിൽ ഉനിക്ക, ഉനിക്കെ, ഉന്മെ, ഉൻകോ, ഉനെ. ഇതൊക്കെ അവിടെ വരും. അടുത്ത എ ആണെങ്കിൽ ഇനിക്ക, ഇനെ. സോ ഇത് ക്ലിയർ അല്ലടാ, കൺസെപ്റ്റ് റെഡി അല്ലേ. ഇതൊന്നും കൂടെ റിവൈസ് ചെയ്ത് കേട്ടിട്ട് ഒന്നും കൂടെ നിങ്ങൾ ഇത് റെഡി ആക്കുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇനി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇതിന്റെ ഉത്തരം എന്താണ് നിങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ ആദ്യം പഠിച്ചത് ഇതൊക്കെ ക്ലിയർ ആണ്. ഇനി പറയട്ടെ ഇതിന്റെ ഉത്തരം എന്താണ്, യഹ് പ്ലസ് കയുടെ ഉത്തരം എന്താണ് എന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചേ. കൺസെപ്റ്റ് റെഡി അല്ലേ, ഈസി അല്ലേ. ഇത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി PPT നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, എൻ്റെ പേര് വെച്ചിട്ട് പറഞ്ഞു. അടുത്ത് നമ്മൾ നേരെ ഈ മേയുടെ പ്രോപ്പർട്ടിയിൽ എല്ലാത്തിനെയും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമ്മൾ എന്താണ് ഈ സജ്ഞി സർവനാമം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നേരെ സർവനാമം വീണ്ടും നമ്മൾ ഒന്നുമായിട്ട് പഠിച്ചു. പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്തു, ഈ എയും ബിയും ചേർന്നിട്ട് സി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത് പറഞ്ഞു. ആ സി എല്ലാത്തിനും വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ഉത്തരം എന്ത് ചെയ്തു നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു. എന്താണ് വഹും യഹും വേയും എയും വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് സർവനാം വിഭക്തി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സക്സസ്ഫുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സക്സസ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. റെഡി അല്ലടാ, ഈസി അല്ലേ, കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ഓക്കെ, റെഡിയാണോ? എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേ. ഈസി അല്ലേ പരിപാടി. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സെന്റൻസ് ക്ലിയർ ചെയ്യാൻ സാധിക്കത്തില്ലേ? ഇത് ഉപയോഗിച്ചിട്ട് ആ വാക്കിന്റെ അർത്ഥം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെന്റൻസ് ഫ്രെയിമിങ്ങിലും ഇനി എല്ലാം യൂസ്ഫുൾ ആയിരിക്കും, ഉറപ്പാണ്. ഇത് പഠിച്ചൊരു കുട്ടിക്ക് നല്ല രീതിയിൽ വാക്യം ഉണ്ടാക്കി എഴുതാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. എനിക്കറിയാം നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഇത് പുതുതായിട്ട് കേൾക്കുന്നതായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കാം. സോ നല്ല രീതിയിൽ പഠിച്ചോളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി മുന്നോട്ടേക്കും. സോ ടീക്ക് വെച്ചോ. താങ്ക് യു. ജയ് ഹിന്ദ്. ധന്യവാദ്.